നമസ്കാരം. എൻ്റെ പേര് സുഭാഷ് വൈദ്യൻ. പത്തനംതിട്ട ജില്ല കോന്നിക്കടുത്ത് വള്ളിക്കോട് വാരമുട്ടം സ്ഥലത്താണ് എൻ്റെ വീട് നിൽക്കുന്നത്. ഞാൻ ഒരു എക്സ് സർവീസുകാരനാണ്, എക്സ് BSFകാരനാണ്. വൈദ്യം പഠിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. 28 വർഷത്തോളമായി ഞാനിത് പഠിച്ചിട്ട് അവിടെ ചെയ്യുമായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്നിട്ടും ഇപ്പോൾ 4-5 വർഷം കൊണ്ട് ഞാൻ ഇതിവിടെ ചെയ്യുന്നുണ്ട്. ആൾക്കാർ അറിഞ്ഞു കേട്ട് വരുന്നുണ്ട്. സുഖപ്പെടുന്നവരനുസരിച്ചാണ് ഇവിടെ വരുന്നത്. ഒരാൾ പറഞ്ഞിട്ട് സുഖപ്പെട്ടിട്ട് പോയി കഴിയുമ്പോൾ അവർ പറഞ്ഞറിഞ്ഞാണ് ആൾക്കാർ ഇവിടെ ഓരോരുത്തരും ഇങ്ങനെ വന്ന് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. സർവീസിൽ തന്നെ ഉണ്ടായിരുന്നു. സർവീസിൽ തന്നെ നമുക്ക് ചെറിയൊരു കോഴ്സ് കിട്ടി. അത് നിലനിർത്തി 4-5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മേഘാലയയിൽ പോയിട്ട് അവിടെ വെച്ച് 1.5 വർഷം നല്ല ഒരു വൈദ്യനെ കിട്ടി. ആ വൈദ്യനാണ് എന്നെ ഇത്രമേൽ കംപ്ലീറ്റ് കാര്യങ്ങളും നാഡീഞരമ്പുകളെ പറ്റിയും ഔഷധ സസ്യങ്ങളെ പറ്റിയും അതുപോലെ ഓരോ ജോയിൻറ്റുകളെ പറ്റിയും വിശദമായിട്ട് എന്നെ പഠിപ്പിച്ചത്. അവിടെ നമ്മുടെ കൂടെയുള്ള ജോലിക്കാരെയാണ് ചെയ്യുന്നത്. നമ്മുടെ കൂടെയുള്ള സ്റ്റാഫുകളെ ചെയ്യും. അപൂർവമായിട്ട് വെളിയിലും പോയിട്ട് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ വന്നു കഴിഞ്ഞ് ഇവിടെ അത്യാവശ്യം ഇങ്ങനെ സുഖമില്ലാത്തവരെ കണ്ട് കാല് വയ്യാതെ കാലിൻ്റെ കുഴ തെറ്റിപ്പോയൊരു ചേച്ചിയാണ് 4 വർഷം കൊണ്ട് അവർക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് കാല് വയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ ശരിയാക്കാമെന്ന് പറഞ്ഞ് അവിടോട്ട് കിടത്തി അത് പിടിച്ചിട്ടു. അവർ പറഞ്ഞിട്ട് മുട്ടുവേദന ഉള്ളവരിവിടെ വന്നു. ആദ്യം ഒരു മുട്ടുവേദന ഉള്ള ഒരു ആൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞിട്ടാണ് വരുന്നത്. അത് 38 വർഷം കൊണ്ട് മുട്ടിന് വേദനയായിട്ട് ഗൾഫിലെല്ലാം പണിയെടുത്ത ഒരു ആളായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് അത് മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ പലരോട് പറഞ്ഞ് അങ്ങനെ അറിഞ്ഞ് എൻ്റെ അടുത്ത് ഒരാൾ സുഖപ്പെട്ടിട്ട് പിന്നെ അവർ പറഞ്ഞ് വരുന്നവരാണ്. 4-5 വർഷം കൊണ്ട് അങ്ങനെ ആണ് ആൾക്കാരറിഞ്ഞ് ദിവസവും ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ചെയ്യുന്ന ചികിത്സകളെന്ന് പറഞ്ഞാൽ കഴുത്ത് വേദന, പുറം വേദന, ഷോൾഡർ പെയിന്, ഷോൾഡർ ഊർന്നു പോയാൽ അത് പിടിച്ചിട്ട് കൊടുക്കും. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡിസ്ക് പ്രോബ്ലം, ഡിസ്ക് ബൾജ്, ഡിസ്ക് തേയ്മാനം, മുട്ടുവേദന. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന മുട്ടുവേദന നടുവേദനയ്ക്കുമാണ്. പിന്നെ ഉപ്പൂറ്റ് വേദന. അതിനുശേഷം പിന്നെ കൈ നൂരാൻ പറ്റുന്നില്ല, വിരലുകൾ നൂരത്തില്ല, മടങ്ങിയിരിക്കുന്ന പേഷ്യൻ്റ്. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ മൈഗ്രെയിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു രോഗിക്ക് വന്നു കഴിഞ്ഞാൽ പഴകിയിട്ടുണ്ടെങ്കിൽ അത് ഒരാഴ്ചയോളം നിലനിൽക്കും. അങ്ങനെയുള്ള പേഷ്യൻറ്റിനെ ഞാൻ ചികിത്സിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ പൊക്കാൻ സാധിക്കത്തില്ല, പുറമോട്ട് എടുക്കാൻ പറ്റത്തില്ല. ആ ഷോൾഡറിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ 2-3 കാരണമാണ് മെയിൻ. ഈ ഷോൾഡർ ജസ്റ്റ് അനങ്ങും, നിലത്തടിക്കുക, ഏതെങ്കിലും രീതിയിൽ ഇത് അനങ്ങുമ്പോൾ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിപ്പോവും. രണ്ടാമത്തെ കാര്യം നീർക്കെട്ട്. ഷോൾഡർ ഇളകുമ്പോഴാണ് നീർക്കെട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്നത്. മൂന്നാമത്തെ കാര്യം ഇടിച്ച് വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും കൊണ്ട് കഴിഞ്ഞാൽ ആ ഭാഗം ചതഞ്ഞ് കിടക്കും. ഇതിൻ്റെ വേദനകൾ ചതവുണ്ടെന്നുണ്ട്, പിടുത്തം വരുന്നുണ്ട്, പുറമോട്ടൊന്നും നമുക്ക് കൈയെടുക്കാനൊന്നും സാധിക്കത്തില്ല, കൈ പൊങ്ങത്തില്ല, സൈഡിലോട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ. അത് നമ്മൾ പിടിച്ചിടും. നമ്മളെന്തെങ്കിലും വീഴുകയോ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിലത്തുനിന്ന് ചെറിയ കല്ലിൻ്റെ കഷ്ണങ്ങൾ നമ്മുടെ കയ്യിൽ തറച്ച് കയറി കഴിയുമ്പോൾ നമ്മൾ തൂത്തിട്ട് പോകുമ്പോൾ നമുക്ക് മുറിവില്ലാത്തതുകൊണ്ട് നമ്മളതിനെ ഗൗരവമായിട്ട് എടുക്കത്തില്ല. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് നമുക്ക് വേദനകളുണ്ടാകും, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് സർക്കുലേഷൻ ബ്ലോക്ക് ആകുമ്പോൾ വിരലുകൾ ഓട്ടോമാറ്റിക്കായിട്ട് മടങ്ങി വരും, പെരുപ്പുണ്ടാവും. അത് നമ്മളിവിടെ ചെയ്തു കൊടുക്കും. അത് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ചെയ്തു കൊടുക്കും. പിന്നെ ഇവിടെ വെച്ച് നമ്മുടെ ജോയിൻറ്റ് കയറിപ്പോവും. ഓരോ ജോയിൻറ്റുകളും സ്ഥാനഭ്രംശം ഉണ്ടാവും, കുഴയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇവ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. വരുന്നവർക്കെല്ലാം ഇങ്ങനെയുള്ള ഒത്തിരി പേഷ്യൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടുണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറം വേദനയ്ക്കുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്യാന്ന് പറഞ്ഞാൽ അലൈൻമെൻറ്റ് ചെയ്യുക, ബോഡി അലൈൻമെൻറ്റ് ചെയ്യുകയാണ് മെയിനായിട്ട്. എന്തോ മാറിക്കിടക്കുന്നോ അത് പൂർവ്വസ്ഥിതിയിൽ പിടിച്ചിടുമ്പോഴേ അസുഖത്തിൻ്റെ 80% റിലീസാകുന്നുണ്ട്. പിന്നെ ഉണ്ടാകുന്ന ചതവുകൾ, നീർക്കെട്ടുകൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ തിരുമ്മിയെടുത്ത് കളയുന്നു. അതുപോലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന വയറ്റിനകത്തുള്ള അസുഖങ്ങൾ. വയറ്റിനുണ്ടാകുന്ന അസുഖങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാഭി എന്ന് പറയും, പുക്കിളെന്ന് പറയും, ഹിന്ദിയിൽ അതിൻ്റെ നാഭി എന്ന് പറയും. വയലോട്ട് കൂടുതൽ അതാ വരുന്നത്, അതുകൊണ്ട് സംഭവിക്കുന്ന ഇത് സ്ഥാനഭ്രംശമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അതിങ്ങനെ മാറിപ്പോകുന്ന
മാറിപ്പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല, കുറേ നാൾ കഴിയുക അവിടെ വേറെ പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ദഹനക്കേട്, അസിഡിറ്റി, അതുപോലെ എന്താ പറയുക ഗ്യാസ് കയറുന്നു, പിന്നെ വയറ് വീർത്തിരിക്കുന്നു, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം ഇതിൽ നിന്നുണ്ടാകും. അത് നമ്മൾ എടുത്ത് പിടിച്ച് കറക്റ്റ് പൊസിഷനിൽ ഇട്ട് കൊടുക്കും. അത് വീണ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അസുഖം അവിടെ നിൽക്കുകയാണ്. പിന്നെ വരുന്നത് നമുക്കുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്കിൻ്റെ വിഷയം. ഡിസ്കിൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L3, L4, L5, S1 ഇതിനകത്താണ് ഏറ്റവും കൂടുതലും പ്രോബ്ലം ഉണ്ടാകുന്നത്. ഈ L4, L5, S1 കൂടുതലും പ്രശ്നം ഉണ്ടാകുന്നത്. അത് ഏതൊക്കെ രീതിയിലും സംഭവിക്കാം. നമ്മൾ വീഴ്ചയിലുണ്ടാകും. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല വീഴുന്നത് നമ്മൾ ആരും അറിഞ്ഞുകൊണ്ട് വീഴുന്നില്ല. ആ വീഴുന്ന സമയത്ത് ഇത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പായി പോകും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കയ്യിൽ വിലപിടിപ്പുള്ള ഒരു വസ്തു ഇരുന്ന് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ഊർന്നു പോകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കും, തിരിഞ്ഞു പോകും. ആ സമയത്ത് നമ്മുടെ ബോഡി പ്രിപ്പയർ ആകുന്നില്ല, ലൂസായിരിക്കും, അത് അവിടെ വെച്ച് സ്ലിപ്പാകും. അത് നമ്മൾ വീഴ്ച ആരുടെയെങ്കിലും ചോദിച്ചാൽ വീണിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വീണിട്ടില്ലെന്ന് പറയും. പക്ഷേ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സംഭവിക്കും. അത് നമ്മൾ കറക്റ്റ് പൊസിഷനിൽ പിടിച്ച് ഇട്ട് കഴിയുമ്പോഴേ അത് അവിടെ വെച്ച് ആ ഒരു അസുഖം ഭേദമായി കണ്ടു. ഇപ്പോൾ ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ചെയ്ത് മാറ്റാം, ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് മാറ്റാൻ പറ്റും. പഴകുന്നതനുസരിച്ച് നമുക്ക് കുറച്ച് ടൈം എടുക്കും. ഇത് നമ്മളതിനെ ഒന്ന് തിരുമ്മിയെടുത്ത്, അതിനുവേണ്ടി നമ്മൾ തിരുമെന്നുള്ളൂ, എല്ലാം ഉള്ള തിരുമ്മ നമുക്ക് തിരുമ്മ ആവശ്യം വരുന്നില്ല കൂടുതൽ. ഇങ്ങനെയുള്ള കേസുകൾ, പഴകുന്ന കേസുകളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ വരും മാത്രമേ നമ്മൾ 2, 3, ചിലപ്പോൾ 5 ദിവസം അല്ല ഒരാഴ്ചയൊക്കെ തിരുമ്മി കഴിയുമ്പോൾ ഡിസ്ക് വീഴുന്നത്. പിന്നെ ഇതിനെല്ലാം ഏറ്റവും നല്ലത് ശരീരത്തിന് ഓരോ ഭാഗത്തും വേദനകളുണ്ടെങ്കിൽ ചൂട് വെക്കുന്നത് അതിന് ഏറ്റവും നല്ല കിഴിയാണ്. കിഴി വെച്ച് ചൂട് വെക്കുക, അല്ല ചൂടുവെള്ളത്തിൽ അസൗകര്യമുള്ളവർ ചൂടുവെള്ളത്തിൽ തോർത്ത് പിഴിഞ്ഞ് ആവി പിടിച്ച്, അത്യാവശ്യം ഒരു കിഴി ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്കൊരു ഡോക്ടറിൻ്റെ അടുത്ത് സേവനത്തിൻ്റെ ആവശ്യം വരുന്നില്ല. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്. കിഴി ഇവിടെ തന്നെ കെട്ടുകയാണ്, നമ്മൾ തന്നെ കെട്ടും, നമ്മൾ തന്നെ യൂസ് ചെയ്യുന്ന. ഇവിടെ വരുന്നവർക്ക് അത്യാവശ്യക്കാർക്ക് മാത്രമേ നമ്മൾ കിഴി കൊടുക്കുന്നുള്ളൂ, എല്ലാവരും കിഴി കൊടുക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ പഴകുന്ന അസുഖങ്ങളാണ്. ഒരു ഇത്രയും പഴക്കമുള്ള അസുഖം, ഇത് നടുവേദനയൊക്കെ അത് മാറി, അത് മുട്ടുവേദനയാണെങ്കിലും അത് മാറിക്കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് പിടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെയും കുറച്ച് ദിവസം ഒരാഴ്ചയൊക്കെ അതിന് കുറച്ച് ചൂടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നോർമലായിട്ടത് സെറ്റായി വരത്തുള്ളൂ. അതിനുവേണ്ടി മാത്രം കൊടുത്തു വിടും. പിന്നെ പ്രായമായവരെല്ലാം ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. മരുന്നുകളെല്ലാം ഞാൻ പറിക്കുന്നു. കുറച്ച് മരുന്നുകളൊക്കെ നമുക്ക് ഇവിടെ, അത് എല്ലാം ഒന്നും ഇവിടെ കിട്ടുന്നില്ല. 3-4 ഐറ്റം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചൻകോലാറിൻ്റെ തീരത്ത്, അത് ഞാൻ കോന്നിക്കപ്പുറം വരെ പോയിട്ടുണ്ട്, വെട്ടൂർ ഭാഗത്ത് പോയിട്ടുണ്ട്, കല്ലേലിക്ക് ബാക്കിൽ വരെ, പേനാമണ്ണ് ആ ഒരു ഏരിയ വരെ പോയി പറിച്ചിട്ടുണ്ട്. നമ്മൾ കിഴിക്കകത്ത് ഓരോ ഔഷധങ്ങൾ ഇടുന്നതിന് ഒരളവുണ്ട്, അതുപോലെ തൈലത്തിനകത്ത് ഓരോ അളവുണ്ട്. തോന്നുന്നവരെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. തൈലം ഇവിടെ ഉണ്ടാക്കുവാൻ തന്നെയല്ല, ഒരു 6 തരം എണ്ണയും നെയ്യും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ തൈലം ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ അങ്ങാടി ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പച്ചിലയുടെ ചാറ് അത് കൊണ്ടുവന്ന് അരിഞ്ഞ് അതിൻ്റെ ചാറെടുത്ത് ആ സത്ത് മാറ്റി ചാറെടുത്തിട്ട് അതൊഴിച്ച് ഒരു 5-5.5 മണിക്കൂറോളം നമുക്ക് ഈ തൈലം ഉണ്ടാക്കാൻ വേണ്ടി, 5-6 മണിക്കൂറാണ് തൈലത്തിൻ്റെ ടൈം. അത് ശരിയാക്കി എടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇളക്കി അതിന് അവസാനം അത് അടിയിൽ കിടന്ന് കിലുങ്ങുന്ന സമയം ഉണ്ടാവും. എങ്കിലേ നമുക്കത് കൊണ്ട് പ്രയോജനം, അല്ലെങ്കിൽ അത് കനിച്ചു പോകും ആ തൈലം. അപ്പോൾ 5-6 മണിക്കൂർ എടുക്കും. കിഴി അതുപോലെ, കിഴിയെല്ലാം എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരി എടുക്കുകയാണ്. കിഴിക്കകത്ത് നമ്മൾ അങ്ങാടി ഇടുന്നുണ്ട്, അത് സെപ്പറേറ്റ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതുകൂടെ ചേർത്തെങ്കിൽ കിഴിക്ക് അതിൻ്റെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന ഇവിടുന്ന് ഓസ്ട്രേലിയ കൊടുത്തു വിട്ടിട്ടുണ്ട്, കിഴിയും തൈലവും കൊടുത്തു വിട്ടിട്ടുണ്ട്. ഗൾഫിൽ ഒത്തിരിയും പേര് കൊണ്ടുപോയിട്ടുണ്ട്. അവിടുന്ന് ആരെങ്കിലും നാട്ടിലോട്ട് വരുവാണെങ്കിൽ എന്നെ വിളിച്ച് നേരത്തെ പറയും, ഞാൻ സെറ്റ് അവരിവിടെ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകാറുണ്ട്. നമ്മളാർക്കും ഉള്ളിൽ മരുന്ന് കൊടുക്കുന്നില്ല, പഥ്യത്തിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇവിടെ മൈഗ്രെയിൻ്റെ ചികിത്സയുണ്ട്. മൈഗ്രെയിൻ 2-3 പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് മൈഗ്രെയിൻ പാടെ മാറിപ്പോവും. അതുപോലെ പുക്കിളിൻ്റെ ചികിത്സ, പുക്കിൾ നമ്മൾ ശരിയായ ദിശയിലോട്ട് പിടിച്ചിട്ട് കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും അതിൽ നിന്ന് തന്നെ ഭേദമാകും. പിടിച്ചിടുകയാണ് ചെയ്യുന്നത്. നമ്മളത് കയ്യിലെടുത്തിട്ട് കറക്റ്റ് പൊസിഷനിൽ പിടിച്ചിടും. പിന്നെ ടെൽബോൺ പിടിച്ചിടുക, ഏറ്റവും നമ്മുടെ നട്ടിൻ്റെ ഏറ്റവും അവസാനത്തെ സെൻറ്ററിൽ കാണുന്ന ഒരു 1.5 സെൻറ്റിമീറ്ററോളം നീണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് കറക്റ്റ് പൊസിഷനിൽ പിടിച്ചിടുമ്പോഴേ അത് ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് പിടിച്ചിടുമ്പോഴേ നടുവിൻ്റെ മെയിൻ വിഷയങ്ങളെല്ലാം മാറിപ്പോകും. നടുവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്.
അത് പിടിച്ചിടുന്നു, ഡിസ്ക് പിടിച്ചിടുന്നു, എല്ലാം പിടിച്ചിടുമ്പോൾ അസുഖം മാറും. ഇവിടെ ഞാൻ ആരോടും ഫീസ് വാങ്ങാറില്ല, ചോദിച്ച് വാങ്ങിക്കാറില്ല. അസുഖം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ അവർ നമ്മളെല്ലാം ഒരു ദക്ഷിണ തരും. അത് അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ദക്ഷിണയാണ് അവരെനിക്ക് തരും. അത് അല്ല മെയിൻ. ഇവിടുന്ന് ഒരാൾ എന്നിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുന്ന അവരുടെ അസുഖം മാറുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയാണ് ഏറ്റവും വലുത്.